ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലവ് അലാറം എന്ന ഡ്രാമയിലെ സീസൺ 1 എപ്പിസോഡ് 1 ആണ്. ഈ ഡ്രാമ എന്ന് വെച്ചാൽ ഒരു ലവ് അലാറം വെച്ച് സ്റ്റാർട്ട് ചെയ്യിപ്പിച്ച ഒരു ഡ്രാമയാണ്. ഈ ലവ് അലാറം എന്ന് പറഞ്ഞ് സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികൾ 10 മീറ്റർ അകലെ എത്തുമ്പോൾ തന്നെ അവരുടെ ഫോണിൽ അവർ സ്നേഹിക്കുന്ന ആളെ ലവ് അലാറം റിംഗ് ചെയ്യിപ്പിക്കും. അതെല്ലാം കാണിച്ചുകൊണ്ടാണ് ഈ ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഡ്രാമയിലെ ഹീറോയിൻ ജോജോയും ഫസ്റ്റ് ഹീറോ സുന്യാങ്ങും സെക്കൻഡ് ഹീറോ ഹിയോങ്ങിനെയും കാണിച്ചുകൊണ്ടാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി സീബ്ര ലൈൻ ക്രോസ് ചെയ്യാൻ പോകുമ്പോഴാണ് ജോജോയുടെ ഫോണിലേക്ക് ലവ് അലാറം റിംഗ് ചെയ്യുന്നത്. അവൾ ആരാണെന്ന് നോക്കിയിട്ട് ആരെയും കാണുന്നില്ല. അതേസമയം അവിടെ ഹീറോയിനും തമ്മിൽ രണ്ടുപേരും കാണാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. 10 മീറ്റർ റേഡിയസിന് ചുറ്റളവിൽ നിന്ന് വിട്ടപ്പോൾ അവളുടെ ഫോണിൽ നിന്ന് ലവ് അലാറം ഓഫ് ആകുന്നുമുണ്ട്. അങ്ങനെ നേരെ പാസ്റ്റിലേക്ക് പോകുന്നുണ്ട്. 4 വർഷം മുമ്പ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ജോജോയുടെ ഫ്രണ്ടിനൊരുത്തനെ വളരെയധികം ഇഷ്ടമായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ലവ് അലാറം റിംഗ് ചെയ്യിപ്പിച്ചുകൊണ്ട് സെറ്റാകുന്നുണ്ട്. അങ്ങനെ അതേ സമയമായിരുന്നു ഹീറോ അവിടേക്ക് വരുന്നത്. US-ൽ നിന്ന് നേരെ അവിടേക്ക് വരികയാണ്. അതേസമയം ഹിയോങ് ആണെങ്കിൽ ജോജോയെ വളരെയധികം ഇഷ്ടമായത് കാരണം ജോജോ എവിടെയൊക്കെയാണോ പണിയെടുക്കുന്നത് അവിടെയെല്ലാം പോയി ഹിയോങ്ങും പണിയെടുക്കുമായിരുന്നു. പക്ഷെ ജോജോക്ക് ഹിയോങ്ങിന് ഇഷ്ടമുള്ള കാര്യമൊന്നും അറിയില്ലായിരുന്നു. അതേസമയം സൻയോങ് ആണെങ്കിൽ നേരെ വന്ന് അവൻ അമ്മയെ പോലും കാണാതെ നേരെ ഹിയോങ്ങിനെ വിളിക്കുന്നുണ്ട്. ഹിയോങ് ആണെങ്കിൽ അവൻ്റെ കോള് കണ്ടതും വേഗം തന്നെ കട്ട് ചെയ്യുന്നുമുണ്ട്. എന്നിട്ട് അവൻ ജോജോയുടെ പിന്നാലെ പോകുന്നുണ്ട്. അതേസമയം അവനെ ഫോളോ ചെയ്ത് സൻയോങ്ങും അവൻ്റെ കൂടെ തന്നെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ജോജോക്ക് ബസ് കിട്ടിയതും ജോജോ ബസ് കയറി നേരെ അവിടെ നിന്ന് പോകുമ്പോഴാണ് സുൻയോങ്ങും ജോജോ തമ്മിൽ കാണുന്നത്. അങ്ങനെ അവർ ഒരു ഐ കോണ്ടാക്റ്റ് എല്ലാം കൊടുക്കുന്നെല്ലാം ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് സുന്യോങ് നേരെ വീട്ടിലേക്ക് പോകുന്നതും അവിടേക്ക് വരുന്ന ഹിയോങ് അവനെ കണ്ട് സർപ്രൈസ് ആകുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, നിന്നെ കാണണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷെ എനിക്ക് തിരക്കായത് കാരണം വരാൻ പറ്റിയില്ല എന്നെല്ലാം ഹിയോങ്ങിനോട് സുന്യോങ് പറയുന്നുണ്ട്. അതേസമയം അതെല്ലാം കഴിഞ്ഞ് വന്ന് ജോലി കഴിഞ്ഞിട്ടും ജോജോ നേരെ അവളുടെ ആൻറ്റിയുടെ ഷോപ്പിൽ ജോലിയെല്ലാം ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെയുള്ള ഡേറ്റ് കഴിഞ്ഞ ഭക്ഷണമെല്ലാമായിരുന്നു ജോജോ കഴിച്ചുകൊണ്ടിരുന്നത്. ജോജോയുടെ അച്ഛനും അമ്മയും മരിച്ചത് കാരണം ആൻറ്റി ആയിരുന്നു നോക്കുന്നത്. പക്ഷേ അതൊന്നും ആർക്കും സ്കൂളിൽ അറിയില്ലായിരുന്നു. അങ്ങനെ പിറ്റേന്ന് സുൻയോങ്ങിനെയും ഹിയോങ്ങിനെയും വിളിക്കാൻ ഹിയോങ്ങിൻ്റെ അമ്മ വരുന്നുണ്ട്. സുൻയോങ്ങിൻ്റെ വീട്ടിലായിരുന്നു ഹിയോങ്ങിൻ്റെ അമ്മ ജോലിക്ക് നിൽക്കുന്നത്. അങ്ങനെയാണ് സുൻയോങ്ങും ഹിയോങ്ങും തമ്മിൽ പരിചയം. അങ്ങനെ അവർ കിടക്കുന്നതെല്ലാം കണ്ട് ഹിയോങ്ങിന് വേഗം അവരുടെ അമ്മ കാണാതെ ഹിയോങ്ങിൻ്റെ അമ്മ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവൻ്റെ ഫസ്റ്റ് ഡേ സ്കൂളിലേക്ക് അവൻ പോകുന്നതും അവരെ കണ്ട് എല്ലാ ഗേൾസും അവൻ്റെ ലവ് അലാറം റിംഗ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതേസമയം ജോജോക്ക് ഒരു അഫെയർ ഉണ്ടായിരുന്നു, ഒരു കരാട്ടക്കാരൻ. അവനാണെങ്കിൽ ഒട്ടും ബുദ്ധിയില്ലായിരുന്നു. അവളെയാണെങ്കിൽ ഒട്ടും മനസ്സിലാക്കാനേ പറ്റുന്നില്ലായിരുന്നു. അവൾക്കാണെങ്കിൽ അവന് ഒട്ടും ഇഷ്ടവുമില്ല. അങ്ങനെ അവളെ ക്ലാസ് ടീച്ചർ വിളിക്കുന്നതും അവളുടെ ഫ്രണ്ട് പറഞ്ഞ് അവൾ നേരെ അവിടേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്കായിരുന്നു വീണ്ടും ജോജോ നേരെ സുന്യോങ്ങിനെ കാണുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും വീണ്ടും ഒരു ഐ കോണ്ടാക്റ്റ് എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ കണ്ടപ്പോൾ തന്നെ സുന്യോങ്ങിനോട് ജോജോയോട് എന്തോ ഒരു അടുപ്പം തോന്നുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ ടീച്ചറെ കാണാനായി ജോജോ വരുന്നതും ടീച്ചർ ചോദിക്കുന്നുണ്ട്, എന്ത് കാരണമാണ് നീ വരാത്തത് എന്നെല്ലാം പറയുമ്പോൾ എൻ്റെ അമ്മക്ക് തീരെ സുഖമില്ല, അത് കാരണമാണ് എന്നെല്ലാം പറഞ്ഞ് ക്യാഷില്ലാത്ത കാര്യമൊന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ ടീച്ചർക്ക് എന്തൊക്കെയോ മനസ്സിലാകുന്നുണ്ട്. അതേസമയം ഹിയോങ് നേരെ സുന്യോങ്ങിനെ, നീ കണ്ടില്ലേ നിന്റെ ലവ് അലാറം എത്ര ഗേൾസാ റിംഗ് ചെയ്യിപ്പിച്ചതെന്ന്. അപ്പോൾ നേരെ സുന്യോങ് ചോദിക്കുന്നുണ്ട്, ഹിയോങ് നിനക്ക് ലവ് അലാറം റിംഗ് ചെയ്യിപ്പിക്കാൻ ആരുമില്ലേ എന്നെല്ലാം പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി ചിരിക്കുന്നുണ്ട്. അതേസമയം ടോക്കോയാണെങ്കിൽ ടൈമെല്ലാം നോക്കി അവിടെ നിന്ന് വേഗം എന്തൊക്കെയോ ഫോണിൽ നോക്കി ചെയ്തുകൊണ്ട് പോകുന്നത് ജോജോ കാണുന്നുണ്ട്. അതേ സമയമായിരുന്നു ലവ് അലാറം ആകാശത്തിൽ എന്തോ പിക്ചറെല്ലാം കാണിക്കുന്നത്. ഇതെല്ലാം കാണുന്ന ജോജോക്ക് ടോക്കോയാണോ ഇതിൻ്റെ ഉടമസ്ഥൻ എന്നുള്ള ഡൗട്ടെല്ലാം തോന്നുന്നുണ്ട്.
ടോക്കോയായിരുന്നു ഇതിൻ്റെ ശരിക്കുമുള്ള ഉടമസ്ഥൻ. അവൻക്ക് ഗുൽമിയെ ഇഷ്ടമായത് കാരണമായിരുന്നു അവൻ ഇതെല്ലാം ചെയ്തിരുന്നത്. പക്ഷേ ഇതാരും അറിഞ്ഞില്ല. പക്ഷെ ഗുൽമിക്കാണെങ്കിൽ ഇതെല്ലാം കളവാണ്, ഇതെനിക്ക് ഒട്ടും ഇഷ്ടമില്ല എന്നെല്ലാം പറയുന്ന അതേ സമയമായിരുന്നു സുന്യോങ് നേരെ അവളെ നോക്കിയൊന്ന് പോകുന്നത്. അങ്ങനെ സുന്യോങ്ങിനെ കണ്ടതും അവൾക്ക് വളരെയധികം ഇഷ്ടമായത് കാരണം അവൾ നേരെ ലവ് അലാറം എന്ന ആപ്പെല്ലാം ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. അതേസമയം ടോക്കോ അവളെ നോക്കി നിന്നിട്ടും അവൾ ഒന്നും മിണ്ടാതെ മൈൻഡ് ചെയ്യാതെ അവനെ കളിയാക്കി അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് സുനിയോങ് നേരെ ഹിയോങ്ങിന് പറയുന്നുണ്ട്, നിനക്ക് ജോജോയെ ഇഷ്ടമാണോ? ഇത് കേട്ടതും ഹിയോങ് ഒന്നും മിണ്ടാതെ എനിക്കിഷ്ടമില്ല എന്നെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട സുനിയോങ് എനിക്ക് അവളെ വളരെയധികം ഇഷ്ടമാണ് എന്നെല്ലാം പറയുന്നുണ്ട്. അതേസമയം ജോലിക്ക് ചെയ്യുന്ന ജോജോ അവളുടെ ആൻറ്റിയോട് പറയുന്നുണ്ട്, എനിക്ക് ഭക്ഷണം കഴിക്കാനായ ക്യാഷ് ആൻറ്റി ഇനി കൊണ്ടുപോയി അടയ്ക്കണ്ട, എൻ്റെ കയ്യിൽ തന്നാൽ മതി എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് സുന്യോങ്ങിൻ്റെ ഡ്രൈവർ നേരെ ഹിയോങ്ങിനോട് കാര്യമെല്ലാം പറയുന്നുണ്ട്. അവന് ജോജോയുടെ എന്തൊക്കെയോ അടുപ്പം തോന്നുന്നുണ്ട്. പക്ഷെ അവൻ എന്നോട് പറയാൻ പറഞ്ഞതാ, നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അവനോട് തുറന്ന് പറയാൻ, അവനത് ഒഴിവാക്കിക്കോളും എന്നെല്ലാം പറയാൻ പറയുന്നുണ്ട്. അതേസമയം ബോയ് ഫ്രണ്ടിനെ കണ്ട് ഒളിച്ചിരിക്കുകയായിരുന്ന ജോജോയെ ഹിയോങ് ബോയ് ഫ്രണ്ടിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഹിയോങ്ങിനെ പറ്റി എന്തൊക്കെയോ പിറുപിറുത്ത് അവിടെ നിന്ന് ജോജോ എഴുന്നേറ്റ് പോകുന്നുണ്ട്. അങ്ങനെ ജോജോ നേരെ മുത്തശ്ശിയെ ഹോസ്പിറ്റലായത് കാരണം ഡോക്ടറെ കാണാനായി വരുന്നു. അവൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ക്യാഷ് എല്ലാം ഡോക്ടറുടെ കയ്യിൽ കൊടുത്ത് ഇത് പോരെ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നേരെ ഒരു പാസ്റ്റിലേക്ക് പോകുന്നതും അവളുടെ അമ്മയെയും അച്ഛനെയും മരിച്ചത് കാരണം മുത്തശ്ശിയായിരുന്നു നോക്കിയിരുന്നത് എന്നെല്ലാം കാണിക്കുന്നുണ്ട്. ഇതെല്ലാം ആലോചിച്ച് വിഷമിച്ച് ബസ് വന്നിട്ട് പോലും ബസ്സിൽ കയറി പോകാതെ ജോജോ എന്തൊക്കെയോ ആലോചിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. അതേസമയം ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ സുന്യോങ്ങും നിൽക്കുന്നുണ്ടായിരുന്നു. സുന്യോങ് നേരെ അവളെ ഫോളോ ചെയ്ത് അവളുടെ പുറകെ പോകുന്നതും അവൾ പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഒട്ടും ഇഷ്ടമില്ല, അതുകൊണ്ടല്ലേ ഞാൻ നിന്റെ ലവ് അലാറം പോലും റിങ് ചെയ്യിപ്പിക്കാത്തത് എന്നെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ഞാൻ നിന്നെ ഫോളോ ചെയ്യുകയല്ല എന്നെല്ലാം പറഞ്ഞ് വീണ്ടും അവളെ കൈപിടിച്ച് ഒരിടയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, നീ ലവ് അലാറം റിങ് ചെയ്യിപ്പിക്കാത്തത് നിന്റെ പഴയ ഫോൺ ആയത് കാരണമാണ്, പുതിയ ഫോണാണെങ്കിൽ അതെപ്പോഴേ റിങ് ചെയ്തേനെ എന്നെല്ലാം സുന്യോങ് പറഞ്ഞ് സുന്യോങ് ഓരോ പഴയ കാര്യങ്ങളെല്ലാം എടുത്തു പറയുന്നുണ്ട്. എൻ്റെ അമ്മ ഉണ്ടായിട്ടും പോരാ, എന്നെ നല്ലപോലെ നോക്കുന്നില്ല ഇതെല്ലാം പറഞ്ഞു കേൾക്കുന്ന ജോജോ ആണെങ്കിൽ എനിക്കും അമ്മയും അച്ഛനുമില്ല, ഞാൻ എൻ്റെ ആൻറ്റിയുടെ കൂടെയാണ് നിൽക്കുന്നത്. അങ്ങനെ ആരോടും പറയാത്ത കാര്യമെല്ലാം നേരെ സുന്യോങ്ങിനോട് പറയുന്നുണ്ട്. സുന്യോങ് ആണെങ്കിൽ എനിക്ക് നിന്നെ ഒരു വട്ടം കിസ് ചെയ്യണമെന്നുണ്ട് എന്നെല്ലാം പറയുന്നതും അവൾ ഒരുപാട് വട്ടം തടയാൻ നോക്കുന്നുണ്ടെങ്കിലും പിന്നെ അവളുടെ കൺട്രോളും വിട്ട് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.